ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം നമുക്ക് ഇന്നൊരു ഹൗസ് വാമിന് പോയാം. അപ്പം എൻ്റെ കൂടെ പോരാൻ താല്പര്യമുള്ളവരൊക്കെ എൻ്റെ കൂടെ പോരി. ഓക്കെ, നമ്മൾ ബസ്സിനാണ് പോകുന്നത്. കൊളക്കത്ത് വെച്ചിട്ടാണ്. ഞാനും എൻ്റെ സിസ്റ്റേഴ്സും ആണ് കേട്ടോ പോണത്. എൻ്റെ അമ്മോൻ്റെ കുടിക്കലാണ്. ഓക്കെ, പോയിട്ട് വരാം. ഐസോ, നമ്മളെങ്ങട്ടാ പോണേ? ഹൗസ് വാമിങ് പറയും, ഹൗസ് വാമിങ് പറയും. അതെന്താ എനിക്കറിയില്ല. അപ്പൊ ഗൈസ് നമ്മൾ പോയിങ്ങോടുക്കാം ഗൈസ്. മഴ ആയാണ്. ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, നമ്മള് ബസ്സിന് കാത്തുന്നപ്പോത്തിന് എന്താ പറയാ, നമ്മളെ എളാമായിട്ടിന്റെ വരുമോ? മാമിയായിട്ട് വരും. ഓലെ വണ്ടി കണ്ട് അങ്ങനെ അതിൽ കയറി നമ്മൾ ഒസയ്ക്ക് പോയി ഗൈസ്. അങ്ങനെ നമ്മള് ഹൗസ് വാമിങ്ങിന്റെ വീട്ടിലെത്തി. ഇതാണ് വീട്. അടിപൊളിയല്ലേ? സൂപ്പറല്ലേ? മാഷാഅല്ലാ, ആരും കണ്ടു വെക്കരുത്. പിന്നെ ഓരോരുത്തരായി ഇങ്ങനെ വന്നും കൊണ്ടിരുന്നു. പിന്നെ എന്നോട് സൊറ പറിച്ചിൽ കാരണം വീട്ടിലേക്ക് കയറുന്നത് 9:30 കേട്ടോ. അപ്പം അതിൻ്റെ മുന്നായിട്ട് ഞാൻ അവിടെ എത്തി. അതുകൊണ്ട് എനിക്ക് ആ ചടങ്ങിന് കൂടാൻ പറ്റി. അങ്ങനെ ഉസ്താദിനെ വെയിറ്റ് ചെയ്യിനി. പിന്നെ 9:30 ആയപ്പോൾ ഉസ്താദൊക്കെ വന്ന് അങ്ങനെ എല്ലാവരും വീട്ടിൽ കയറി. എല്ലാവരും വീട്ടിൽ കയറി. അങ്ങനെ നമ്മൾ വീട്ടിൽ കയറി ജസ്റ്റ് എല്ലാം ഒന്ന് ചുറ്റും നോക്കി കണ്ടു. പിന്നെ അവിടെ 2-3 മിററൊക്കെ ഉണ്ടേനി. 2 റൂമിലും മിറർ ഉണ്ടേനി. അങ്ങനെ കുറേ മിറർ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അങ്ങനെ ചീരുണ്ണി എന്നൊക്കെ പറയും നമ്മൾ. ഇങ്ങനെ എന്തോ ആവുന്നതൊക്കെ കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച്. പിന്നെ അവിടെ ഓല് നിസ്കരിക്കുന്നു. അപ്പോൾ പാല് തിളയ്ക്കാൻ നമ്മൾ പാല് കാച്ചലുണ്ടല്ലോ, അങ്ങനെ ഓലമ്മനെ കൊണ്ട് പാല് കാച്ചിപ്പിച്ച് എന്താ പറയുക, അങ്ങനെ പാല് തളിച്ച് ഒരാൾ ചിന്തണം, ഒരാൾ ചിന്തണ്ട. അമ്മ ആകെ ഗതികേടായിന്. ഒരാൾ പറയാം തളിച്ച് ചിന്തണം, ഒരാൾ പറയാം തളിച്ച് ചിന്താൻ പാടില്ല എന്നും. ഏതാ എങ്ങനെയാന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യൂട്ടോ ഗൈസ്. പിന്നെ ഒരു കപ്പിൾ ഷൂട്ടായി. ഇതിൻ്റെ അമ്മൻ്റെ എളാമ്മയാണ്. എളാമ്മൻ്റെ ഹസ്ബൻഡും പിന്നെ അവിടുത്തെ മുകളിലുള്ള ലൈറ്റാട്ടോ ഇത്. പിന്നെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചു. ഞാൻ വെറുംചോറാണ് തിന്നെ ഗൈസ്. കാരണം മഞ്ഞപ്പിത്തം മാറണേ ഉള്ളൂ. മീനൊക്കെ ഉണ്ടേനി, പക്ഷെ ഞാൻ ആ മീനൊന്നും ഞാൻ തൊട്ടതേ ഇല്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഓലെല്ലാവരും ബിരിയാണിയും എടായും ഒക്കെ തിന്നുന്നു ഗൈസ്. പിന്നെ കുറേ മസ്തായി ചോറ് തിന്നിട്ട് എല്ലാവരും സൊറപ്പറിച്ചിലൊക്കെ ആയി. കുറേ അവിടെ നിന്നൊരു 4 മണിയായപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ തിരിച്ച് ബസ്സിന് തന്നെയാണ് വന്നത്. വീട്ടിലെത്തി കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൊല്ലം കണ്ടില്ല ഗൈസ്. ഞാൻ തിരിച്ച് അതേ ഡ്രസ്സിന് കടലുണ്ടിക്ക് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ട്.